ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. കഴിഞ്ഞ ദിവസം നമ്മൾ വള്ളിക്കാട്ടുകാവിൽ പോയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാവിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളത്. അതിൽ രണ്ടാമത്തേതെന്ന് പറയണോ അതോ പ്രധാനപ്പെട്ടതെന്ന് പറയണോ എന്നറിയില്ല. എന്തായാലും അവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഈ കുരങ്ങന്മാര് തന്നെയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കയറുന്ന എൻട്രൻസിന്റെ അവിടെയായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് പിടിച്ചു പറിക്കാനായിട്ട് വരുമായിരുന്നു. അവർക്ക് കഴിക്കാനുള്ളതായാലും ശരി അല്ലെങ്കിലും ശരി നമ്മുടെ കയ്യിൽ ഒരു കവർ കണ്ട അപ്പം ഓടിയെത്തും അത് തട്ടിപ്പറിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മുൻപൊക്കെ ഞങ്ങൾ പോകുന്ന ടൈമിൽ കയ്യിൽ എന്തെങ്കിലും കവർ ഉണ്ടെങ്കിൽ തന്നെ ആ എൻട്രൻസിന്റെ അവിടെ എത്തുമ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയായിരുന്നു പേടിച്ചിട്ട്. എന്നാൽ ഇത്തവണ നമ്മൾ പോയ ടൈമിൽ എൻട്രൻസിൽ പോയിട്ട് ആ പരിസര പ്രദേശത്ത് ഒന്നും തന്നെ കുരങ്ങന്മാരുണ്ടായിരുന്നില്ല. കുഞ്ചൂസും അമ്മൂസും ആണെങ്കിൽ കഷ്ടപ്പെട്ട് നേരത്തെ എണീറ്റ് പോയത് തന്നെ കുരങ്ങന്മാരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെയുള്ള ഒരാൾ പറഞ്ഞു കൈകൊട്ടി വിളിച്ചാൽ കുരങ്ങന്മാർ വരുമെന്ന്. അങ്ങനെ ഞങ്ങൾ കൈകൊട്ടി വിളിച്ച ശേഷമാണ് അവിടെയായിട്ട് ഓരോരോ കുരങ്ങന്മാരെ കാണാൻ തുടങ്ങിയത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരു സ്ക്വിറൽ ഇരിക്കുന്ന കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു തറ പോലെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഈ കുരങ്ങന്മാർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. മുമ്പൊക്കെ എവിടെയാണോ കുരങ്ങന്മാരുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് പോകാറായിരുന്നു പതിവ്. ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ കെട്ടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് പാക്കറ്റിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവിടെ എൻട്രൻസിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചവർക്ക് ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിൽ പൊരി അവിടെ കൊണ്ടുവച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. നമ്മൾ വെച്ചിട്ടുള്ളതല്ല കേട്ടോ, അത് വേറെ ആരോ കൊണ്ടുവച്ചിട്ട് പോയിട്ടുള്ളതാണ്. നമ്മൾ റോബസ്റ്റ പഴം വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്നും വാങ്ങാതെ പോകുന്നവരാണെങ്കിലും ചിലർ ഈ മുട്ടറക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി വരുന്ന തേങ്ങ അവിടെ വെച്ചിട്ട് പോകാറുണ്ട് കുരങ്ങന്മാർക്ക് കഴിക്കാനായിട്ട്. നമുക്ക് ഈ കുരങ്ങന്മാരെ കാണുന്നത് ഒരു കൗതുകമാണെങ്കിലും അതിന് ചുറ്റും പാടായതുകൊണ്ട് അവിടെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ കുരങ്ങന്മാരെ കൊണ്ട് വല്ലാത്ത ശല്യമാണെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം കൃഷിയൊക്കെ നശിപ്പിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. മുൻപുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുരങ്ങന്മാരുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. മുൻപൊക്കെ ഒരുപാട് കുരങ്ങന്മാരുണ്ടാകുമായിരുന്നു. അമ്മൂസ് മുമ്പ് ഒരു തവണ ഈ കാവിൽ വന്ന ടൈമിൽ ഈ കുളത്തിൽ കുളിച്ചതായിട്ട് എൻ്റെ അടുത്തും കുഞ്ചൂസിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കളിക്കുന്നത് രണ്ടുപേർക്കും ഒരുപോലെ ഭ്രാന്തായതുകൊണ്ടും അതുപോലെ തന്നെ കുരങ്ങന്മാരെ കാണാന്നുള്ളത് കൊണ്ടും നേരത്തെ എണീക്കണമെങ്കിൽ രണ്ടുപേർക്കും ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവരുടെ വെള്ളത്തിലുള്ള നീരാട്ടമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കണ്ടില്ലേ, ഇതിന്റെ രണ്ട് സൈഡിലും പാടമായതുകൊണ്ട് തന്നെ ആൾക്കാർ കപ്പ വാഴ ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കാറ് വരാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. നമ്മൾ കുറച്ച് ദൂരമായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. നമ്മളിപ്പോ അങ്ങോട്ടാണ് കേട്ടോ നടന്നിട്ട് പോകുന്നത്. രണ്ടുപേരും അങ്ങോട്ട് പോകുമ്പോൾ ഒരു കോസ്റ്റ്യൂം ആയിരുന്നെങ്കിലും തിരിച്ചു വരുമ്പോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനിയും നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Please subscribe to Chennai Cooks and Talks. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ.